മുൻകൂട്ടി അറിയിക്കാതെ ലക്ഷദ്വീപ് അഗത്തിയിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള വിമാനം റദ്ദാക്കി. വൃദ്ധരും കുട്ടികളുമടക്കം 68 പേർക്കാണ് യാത്ര മുടങ്ങിയത്. 4 മണിക്കൂറോളം യാത്രക്കാരെ വിമാനത്താവളത്തിൽ ഇരുത്തിയതിനു ശേഷമാണ് വിമാനം റദ്ദാക്കിയതായി അധികൃതർ അറിയിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ബീന റാണി ചേർന്നുണ്ട്. ബീന, എന്താണ് ഇപ്പോഴും അധികൃതർ നൽകുന്ന ഒരു വിശദീകരണം? വിഷ്ണു, കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 68 പേരടങ്ങുന്ന വിനോദയാത്രാ സംഘമാണ് ലക്ഷദ്വീപ് സന്ദർശിക്കാൻ പോയിരുന്നത്. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് അവർ പോയത്. ഇന്ന് അവർ തിരിച്ചു വരേണ്ട ദിവസമായിരുന്നു. ഇതിനായി ലക്ഷദ്വീപിലെ അഗത്തി വിമാനത്താവളത്തിൽ എത്തിയപ്പോഴാണ് രാവിലെ 10 മണിക്ക് പുറപ്പെടേണ്ട അലയൻസ് എയർ വിമാനം താമസിച്ചേ പുറപ്പെടുകയുള്ളൂ എന്ന് ഇവരോട് വ്യക്തമാക്കിയത്. ഇതനുസരിച്ച് ഇവർ വിമാനത്താവളത്തിൽ കാത്തിരിക്കുകയായിരുന്നു. ഏതാണ്ട് ഒരു 4 മണിക്കൂറിന് ശേഷം ഇവരെ അറിയിച്ചത് വിമാനം റദ്ദാക്കി എന്നുള്ള കാര്യമാണ്. ഈ യാത്രക്കാരുടെ കൂട്ടത്തിൽ വൃദ്ധരും കുട്ടികളും അടക്കം ഉണ്ട്. ഇവർക്കൊന്നും തന്നെ ഒരു വിനോദസഞ്ചാരത്തിന് വേണ്ടി പോയതിനായതിനാൽ ഇവരുടെ കയ്യിൽ പണം ഒന്നും അവശേഷിക്കുന്നുണ്ടായിരുന്നില്ല. ഇവർക്ക് വേണ്ട ഭക്ഷണ സൗകര്യമോ ഒപ്പം തന്നെ താമസിക്കാനില്ലെങ്കിൽ നാളെ മാത്രമേ ഇനി വിമാനം വീണ്ടും പുറപ്പെടുകയുള്ളൂ എന്ന് അറിയിച്ച സാഹചര്യത്തിൽ മറ്റ് യാതൊരു സൗകര്യങ്ങളും ഇവർക്കായി കമ്പനി ഒരുക്കിയിട്ടില്ല എന്ന് ഇവർ ആരോപിക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ പ്രായമായവരും രോഗികളായവരും കുട്ടികളായവരും ഒക്കെ ഈ കൂട്ടത്തിലുണ്ട്. ഇവരെല്ലാം തന്നെ വിമാനത്താവളത്തിൽ ഇപ്പോഴും കുടുങ്ങി കിടക്കുന്ന ഒരു സാഹചര്യമാണ്. വിനോദയാത്രയ്ക്കായി പോയതിനാൽ മറ്റ് സൗകര്യങ്ങളൊന്നും തന്നെ അവിടെ ഒരുക്കിയിരുന്നുമില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരവസ്ഥയിലാണ് ഇപ്പോൾ 68ഓളം വരുന്ന യാത്രക്കാർ അഗത്തി വിമാനത്താവളത്തിൽ തുടരുന്നത്. വ്യക്തമാണ്. ബീനയാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.